പത്തനംതിട്ടയിലാണ് അല്ലേ നമുക്ക് ആ കടുവയെ പിടിച്ച വാർത്തയുടെ പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ഇറങ്ങിയ കടുവയെ ഒടുക്കം കൂട്ടിലാക്കിയിട്ടുണ്ട്. അത് നിരവധി വളർത്തു മൃഗങ്ങളെയൊക്കെ പിടികൂടിയിരുന്ന ഒരു കടുവ കൂടിയാണ്. അങ്ങനെ ആ പരാതി ഉയർന്നതിന് ശേഷമാണ് വനം വകുപ്പ് അവിടെ കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലാണ് കടുവ കുടുങ്ങിയിട്ടുള്ളത്. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ഒടുക്കം അങ്ങനെ കടുവ കൂട്ടിലായിരിക്കുന്ന ഒരുപാട് ആശങ്ക കൂടിയാണ് ഈ അവസരത്തിൽ നാട്ടുകാർക്ക് ഒഴിഞ്ഞു പോകുന്നത്. നിരവധി വളർത്തു മൃഗങ്ങളെയൊക്കെ ആക്രമിച്ച ഒരു കടുവ കൂടി തന്നെയാണ്. ഇനിയിപ്പോൾ കടുവയെ വനത്തിലേക്ക് വിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണോ വനം വകുപ്പ് കടക്കുന്നത്? തീർച്ചയായും ജെസ്സി, ഈ വടശ്ശേരിക്കര കുമ്പളത്താമണ്ണ് എന്ന പ്രദേശം ജനവാസമുള്ള പ്രദേശമാണെങ്കിൽ പോലും വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് ആകട്ടെ പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ശബരിമല വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം പതിവാണ്. എന്നാൽ കടുവ ഉൾപ്പെടെയുള്ള പ്രഡേറ്റർ വിഭാഗത്തിൽപ്പെടുന്ന വന്യജീവികൾ ഇവിടേക്ക് ഇറങ്ങുന്നത് കനത്ത ആശങ്കയാണ് സമീപവാസികൾക്കിടയിൽ ഉണ്ടാക്കിയത്. ഇത് ഏതാണ്ട് 3 ആഴ്ചയായി ഈ കടുവ ഇത് സാന്നിധ്യം ഈ കുമ്പളത്താമൺ പ്രദേശത്തുണ്ട്. വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിക്കുകയും ചിലതിനെയൊക്കെ കൊന്നു തിന്നുകയും ചെയ്തിരുന്നു കടുവ. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുൻപ് തന്നെ ഇത് ഇപ്പോൾ സ്ഥാപിച്ച കെണിയല്ല, മുൻപ് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിച്ച് ഏറെ കാലം കാത്തിരുന്നെങ്കിൽ പോലും ഈ കടുവയെ കെണിയിലാകാത്തത് വലിയ ഭീതി ഉണർത്തിയിരുന്നു. പിന്നീട് രാത്രി സഞ്ചാരം ഉൾപ്പെടെ വനം വകുപ്പ് നിയന്ത്രിച്ചിരുന്ന ഒരു മേഖല കൂടിയായിരുന്നു ഇത്. ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടു. അതിനുശേഷം വനംവകുപ്പിന്റെ പ്രത്യേക RRT സംഘം എത്തി കൂട് സ്ഥാപിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടെ കടുവ കെണിയിലായി. കൂട്ടിൽ സ്ഥാപിച്ച ഇരയെ തേടിയാണ് കടുവ കൂട്ടിലേക്ക് എത്തിയത്. ഏതായാലും നിലവിൽ വടശ്ശേരിക്കരയിൽ നിന്നും RRT സംഘത്തിന്റെയും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കടുവയെ ഉൾവനത്തിലേക്ക് തുറന്നുവിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഉൾവനത്തിലേക്ക് തുറന്നുവിടുന്നതിന് മുൻപ് തന്നെ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകിയ ശേഷം മാത്രമായിരിക്കും കടുവയെ വനത്തിലേക്ക് തുറന്നുവിടുന്നത്. ഏതായാലും നിലവിൽ വടശ്ശേരിക്കരക്കാരുടെ ഏറെ നാളത്തെ ഒരു ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുകയാണ് ജിൽസി.